ഹായ് ഫ്രണ്ട്സ്, ക്രൈം അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവളത്തെ കാഴ്ചകളുമായിട്ടാണ് വൈകുന്നേര സമയം ഞായറാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകളൊന്ന് കണ്ടാലോ. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോവളത്തെ കാഴ്ചകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേര സമയം ചിലവഴിക്കുന്നതിനായിട്ടാണ് ഞാൻ എത്തിയത്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് ആണെങ്കിൽ പോലും നമുക്ക് വളരെയധികം ഫ്രീ ആയിട്ട് കംഫർട്ടായിട്ട് നിന്ന് കടലും പരിസരമൊക്കെ ആസ്വദിക്കുന്നതിനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് സഞ്ചാരികളെ നമുക്ക് ഇവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നു. വൈകുന്നേരം ഏതാണ്ട് 6 മണി കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയത്ത് ഈ ചൂട് കാലങ്ങളിലൊക്കെ കടൽക്കാറ്റ് കൊണ്ടങ്ങനെ ഇരിക്കുന്നതിനെ പറ്റി എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കോവളത്തെക്കുറിച്ച് ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഒരുപാട് പ്രസിദ്ധി ആർജിച്ച കടൽ തീരമാണ് കോവളം. പ്രധാന തീരം കൂടാതെ ചന്ദ്രക്കല ആകൃതിയിൽ മറ്റ് 3 തീരങ്ങൾ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കോവളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗത്ത് കടലിന് ആഴം കുറവാണ്. നീന്തലും വെയിൽക്കായലും ആയുർവേദ സൗന്ദര്യ സംരക്ഷണം, തിരുമ്മൽ, കട്ടമരത്തിൽ കടൽ യാത്ര തുടങ്ങി ഒട്ടനവധി സാധ്യതകളാണ് ഇവിടെ നമുക്ക് സഞ്ചാരികൾക്ക് മുന്നിൽ ലഭ്യമാകുന്നത്. സായാഹ്നത്തോടെ തിരക്കേറുന്ന കടൽ തീരത്തെ ജീവിതം അർദ്ധരാത്രിയോളം നീളാം. ഒരു പറ്റം ചെലവ് കുറഞ്ഞ കോട്ടേജുകൾ, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ, സമ്മേളന സൗകര്യങ്ങൾ, നീന്തൽ കുളങ്ങൾ, യോഗ, ആയുർവേദ തിരുമ്മൽ കേന്ദ്രങ്ങൾ, റിസോർട്ടുകൾ എന്നിങ്ങനെ കോവളത്ത് വിനോദസഞ്ചാരികൾക്കായിട്ട് വിവിധ തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ വിവിധ നിരക്കുകളിൽ ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകൾ വരെ കോവളത്തിൽ താമസ സൗകര്യം ഒരുക്കുന്നു. കോണ്ടിനെന്റൽ ഭക്ഷണം മുതൽ വടക്കേ ഇന്ത്യൻ, ദക്ഷിണേന്ത്യൻ രുചികളും തനിനാടൻ രുചികളും ആസ്വദിക്കാവുന്ന ഭക്ഷണശാലകളും സുലഭമാണ്. കോവളത്ത് നിന്ന് 16 കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം നഗരി. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും പറയേണ്ടതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള യാത്രാ സൗകര്യം ലഭ്യമായിട്ടുള്ള സ്ഥലവും കൂടിയാണ്. അനായാസം കോവളത്ത് ഏതൊരു സഞ്ചാരിക്കും വന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരിടമാണ്. പോകാം. അവധി ആഘോഷിക്കാൻ എത്തിയവർക്ക് കോവളത്ത് താമസിച്ച് നഗരത്തിലേക്ക് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, അതായത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 16 കിലോമീറ്റർ ആണ് കോവളത്തെത്തുന്നതിനായിട്ടുള്ള ദൂരം. അടുത്ത് നമുക്ക് തിരുവനന്തപുരം വിമാനത്താവളമുണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളം 10 കിലോമീറ്റർ അകലെയാണ്. കടലിനകത്ത് ഒരുപാട് കപ്പലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കപ്പലെല്ലാം ചെറിയ ബോട്ടുകളാണ്, മീൻ പിടിക്കാനൊക്കെ പോയിരിക്കുന്ന ബോട്ടുകളാണ് കാണുന്നത്. കോവളത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കോവളം